എല്ലാവർക്കും നമസ്കാരം ട്ടാ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പം നടക്കുന്ന PSC പരീക്ഷകളിലൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് കേട്ടോ. അതിനെക്കാട്ടിലൊക്കെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇനി വരുന്ന പരീക്ഷകൾ എഴുതുന്ന നമുക്കെല്ലാവർക്കും ഇരട്ടിയായിട്ട് പാഠപുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ കാരണം ആദ്യം നമുക്ക് 10 വരെയുള്ള ടെക്സ്റ്റ് പുസ്തകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് പാഠപുസ്തകങ്ങൾ ഫുള്ള് മാറ്റി. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഴയ പാഠപുസ്തകങ്ങളും പഠിക്കണം, ഒപ്പം തന്നെ പുതിയ പാഠപുസ്തകങ്ങളും പഠിക്കണം. PSC പാഠപുസ്തകം ഒരു ട്രെൻഡാക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പാഠപുസ്തകങ്ങളുടെ സോഴ്സൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമെന്ന് അറിയാം. എൻ്റെ വീഡിയോസിലും ഞാൻ പുസ്തകം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം 5, 7, 9 ഇറങ്ങി, പുതിയതിറങ്ങി. ഈ വർഷം 6, 8, 10 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കിട്ടേണ്ട പോയിൻറ്റ്സ് മാത്രമായിട്ട് എഴുതിയെടുത്ത ഭാഗങ്ങളാവും ഒരു റാങ്ക് ഫയൽ ഉണ്ടാവുക. അപ്പോൾ പാഠപുസ്തകത്തിൻ്റെ ഒരു റാങ്ക് ഫയൽ ഞാനും വാങ്ങിയിട്ടോ. ഞാൻ ഈ പുസ്തകം മേടിച്ചത് ഒരുപാട് തവണ കമ്പാരിസൺ നടത്തിയിട്ടാണ്. ഞാനിത് മേടിക്കുമ്പോൾ ഒരു 3 പബ്ലിക്കേഷൻ്റെ ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 5, 7, 9 ക്ലാസ്സുകളിലെ ബുക്കാണ്. അപ്പോൾ ആ 3 എണ്ണത്തിൽ വെച്ചിട്ട് ഞാൻ 3 ദിവസം പോയിട്ട് ബുക്കുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഇതിലെ കണ്ടൻറ്റുകളൊക്കെ നോക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൽ നിന്ന് തപ്പി ഹാൻഡ് ബുക്ക് എടുത്തു, അതിലെ കണ്ടൻറ്റുകൾ നോക്കി. എന്നിട്ട് വീണ്ടും ബുക്ക് സ്റ്റാളിലേക്ക് ചെല്ലും, അതിലേതിലാണ് ഇതൊക്കെ ഉള്ളതെന്ന് നോക്കി. അങ്ങനെ എനിക്ക് തൃപ്തിയായിട്ട് ഞാൻ മേടിച്ചൊരു പുസ്തകമാണ് ഇത് ദ ബെസ്റ്റ് അക്കാദമിയുടെ ബുക്കാണ്. ഇതിൻ്റെ 5, 7, 9 പാർട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി 6, 8, 10 പാർട്ട് ഈ പുസ്തകം ഈ മാസം, അതായത് ഡിസംബർ മാസം ഇറക്കുന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ. ബുക്ക് സ്റ്റാളുകാരല്ല പറഞ്ഞത്, ബെസ്റ്റ് അക്കാദമിക്കാർ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഈ പുസ്തകം തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെ പാഠഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട് കേട്ടോ. പിന്നെ മലയാളമൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ, പിന്നെ അതിലെ എഴുത്തുകാരെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരു ഡീറ്റെയിലും വിടാണ്ട് ഈ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഗരിസപ്പ അരുവി കണ്ടില്ലേ, ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ പദപരിചയം, അങ്ങനെ നമുക്ക് ഓരോ പാഠഭാഗത്തു നിന്നും വേണ്ട കാര്യങ്ങളൊക്കെ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസൊക്കെ എല്ലാ ബുക്കും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു പ്രത്യേകത തോന്നി. പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ടാലൻറ്റ് പബ്ലിക്കേഷൻ്റെ അറിവിടം എന്ന് പറഞ്ഞ ബുക്ക് തോന്നി. അതായത് ഇത് കണ്ടൻറ്റൊക്കെ ഇതിലുള്ളത് തന്നെയാണ്, പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ് കേട്ടോ പുസ്തകത്തിന്. പിന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും അതിലില്ല. സോഷ്യലും സയൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് പുസ്തകമാണ് അവർ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അതും അടിപൊളി ബുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി കമ്പാരിസൺ നടത്തിയപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഇതാണെന്ന് തോന്നി. ഈ പുസ്തകത്തിൽ എല്ലാത്തിൻ്റെയും പടങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ബോക്സുകളും, എല്ലാ പിക്ചേഴ്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിക്ചർ പോലെ ഒരു വിട്ട് കളഞ്ഞിട്ടില്ല. കണ്ടോ, കെമിസ്ട്രി ഭാഗത്തുനിന്ന്. പിന്നെ ഇത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കണ്ടോ, ഓരോ ഭാഗത്തുനിന്ന് വരുന്ന ഗ്രാമർ പോർഷനുകളൊക്കെ അതേപോലെ ഹെഡിങ് ഇട്ടിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും തപ്പി വേറെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ പാഠഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങൾ, അതിപ്പോൾ സോഷ്യലാകുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ, ഇംഗ്ലീഷ് മലയാളമൊക്കെ ആകുമ്പോൾ ഗ്രാമർ പാർട്ടുകൾ വേറെ, അതിൻ്റെ പദപരിചയം വേറെ, അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടത്. ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇടാൻ കാരണം, എൻ്റെ വീഡിയോസിൽ ഈ പുസ്തകങ്ങൾ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പുസ്തകം ഏതാണ്, ഇതെവിടെ നിന്നാണ് കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PSCയുടെ പുസ്തകങ്ങൾക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം വിലയുണ്ടല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിലയിൽ കമ്പാരിസൺ നടത്തുമ്പോഴും ഈ പുസ്തകം ഇത്തിരി വില കുറവാണ് കേട്ടോ ഇതിന്. മറ്റേതിന് അറിവിടത്തിൻ്റെ പുസ്തകം
സയൻസും സോഷ്യൽ സയൻസിൻ്റെ ഭാഗങ്ങൾ മാത്രമായിട്ട് അവരുടെ തന്നെ സൈറ്റിൽ 820 രൂപയാണ് കേട്ടോ കിടക്കുന്നത് രണ്ടെണ്ണത്തിന്. പിന്നെ അതിന് ഡെലിവറി ചാർജ് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാനത് കാർട്ടിലിട്ട് നോക്കിയപ്പോൾ 820 രൂപയാണ് കണ്ടത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ വില ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നാണ് മാക്സിമം വില കുറച്ച് കിട്ടുന്നത്. അതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് നമുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതെത്ര നമുക്ക് കുറവിന് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയത്. ബെസ്റ്റ് അക്കാദമിയുടെ ഈ പുസ്തകത്തിന് 650 രൂപയാണ് കേട്ടോ MRP വരുന്നത്. ഇത് നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയാൽ 650 രൂപയ്ക്കാണ് നമുക്ക് തരാം. അഥവാ ഈ ബുക്ക് ഓൺലൈനിൽ നിന്ന് ലഭിക്കും കേട്ടോ. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ ഈ പുസ്തകമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനായിട്ട് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ഡെലിവറി ചാർജൊക്കെ വരും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കരുതേണ്ടി വരും. പിന്നെ എൻ്റെ ടെലഗ്രാം ചാനലിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കുറച്ച് പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഇപ്പോൾ ടെലഗ്രാം ചാനലിൽ ഞങ്ങൾ ഡെയിലി ടൈം ടേബിൾ ഇട്ട് പഠിക്കുന്നുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞു. ഇന്ന് 5ാമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞങ്ങൾ LGSനും LDCക്കുള്ള സിലബസ് ഞാൻ ടൈം ടേബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കും പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ.